ഈ ബോക്സിനുള്ളൊരു 3D പ്രിൻ്ററാണ്. ബാംബു ലാബ്സിൻ്റെ A1 എന്ന മോഡലാണുള്ളത്. ഞാൻ പണ്ടേ ആഗ്രഹിച്ചാണ് ഒരു 3D പ്രിൻ്റർ വാങ്ങണം എന്നുള്ളത്. ജോലി ചെയ്ത് അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു R&D പ്രൊജക്റ്റിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു 3D പ്രിൻ്റർ പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മേക്കർ ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ ആയിരുന്നു. പക്ഷേ അന്ന് 2016 കാലഘട്ടത്തിലായപ്പോൾ ഈ പ്രിൻറ്റേഴ്സൊന്നും അത്ര ഈസിലി അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആയിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ വരികയായിരുന്നു. നല്ലൊരു പ്രിൻ്ററായിരുന്നു. അപ്പം ആ സമയത്ത് ജസ്റ്റ് ഒരു ആഗ്രഹം ഞാൻ മാറ്റി വെച്ചു. കാരണം അത് നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ട്. പിന്നീട് ഇപ്പം കുറച്ച് കാലം മുന്നേ ഞാൻ ഒരു വീഡിയോസ് കണ്ടപ്പോൾ അങ്ങനെ പിന്നെയും ആഗ്രഹം തോന്നിയപ്പോൾ ഒന്ന് തപ്പി നോക്കിയപ്പോഴാണ് 3D പ്രിൻറ്റേഴ്സൊക്കെ കുറേയൊക്കെ ഡെവലപ്ഡായി, കുറേയൊക്കെ സ്റ്റേബിളായി. ഇപ്പം അതുമല്ല ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിലും ലോ ബഡ്ജറ്റിനും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒന്ന് റിസർച്ച് നടത്തിയപ്പോഴാണ് ബാംബു ലാബ്സിൻ്റെ A1 എന്ന് പറഞ്ഞ മോഡൽ കാണുന്നത്. അപ്പം ഇത് അത്യാവശ്യം ബിസിനസ് പർപ്പസിനും അത്യാവശ്യം ക്വാളിറ്റി പ്രിൻറ്റിംഗ് ഒക്കെ കിട്ടുന്നൊരു പ്രിൻ്ററാണ്. പിന്നെ ബിഗിനേഴ്സിനും യൂസ് ചെയ്യാം, പഠിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രിൻ്ററാണ്. എൻ്റെ ബഡ്ജറ്റിനും ഇതിനും പറ്റിയൊരു പ്രിൻ്റർ ഇതാണെന്ന് തോന്നി. ഇത് ഈസി ടു അസംബിളാണ്. അങ്ങനെ വലിയ ടെക്നിക്കൽ നോളേജ് ആർക്കും വേണമെന്നില്ല. മാനുവൽ നോക്കിയിട്ട് അസംബിൾ ചെയ്യാനേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനേ ഇതിനുള്ളൂ. പക്ഷേ പണ്ടത്തെ പ്രിൻറ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പം അതാണ്, പണ്ടത്തെ പ്രിൻറ്റേഴ്സിൽ ചെയ്യാനും പിന്നെ കുറേ ടെക്നിക്കൽ നോളേജ് അറിയണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ ടെക്നിക്കലി നല്ലോണം അറിയണം. അപ്പോൾ അതുമല്ല കുറേ പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ കുറേ പ്രൊസീജിയേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രിൻറ്റേഴ്സിൽ അതൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. ഇതിനെനിക്ക് ഏകദേശം ഞാൻ എടുത്തത് 45K പക്ഷേ ഇതിലും മറ്റേ ഓഫർ വരുന്ന സമയത്ത് ഒരു 40K ആ റേഞ്ച് അതിന് താഴെയായിട്ടും കിട്ടാനുണ്ട്. പിന്നെ ഇതിൻ്റെ A1 എന്നുള്ള മോഡലിന് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. ഇതിപ്പോൾ A1 കോംബോ ആണ്. A1 കോംബോൻ്റെ കൂടെ ഒരു വേറൊരു AMS ലൈറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് മൾട്ടി കളർ പ്രിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വഴി നോക്കുന്നതാണ്. ഇതൊക്കെ പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ പാക്കറ്റ്സിലുള്ളതൊക്കെ ഓരോ സ്ക്രൂസാണ്. അത് ലാബിൽ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പം മാനുവൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കറക്റ്റ് ഏത് സ്ക്രൂ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ ഇതിൻ്റെ കൂടെ 2 അലൈൻ കീ ഉണ്ട്. പിന്നെ 2 ട്യൂബിലായിട്ട് ലൂബ്രിക്കൻസ് ഉണ്ട്. പിന്നെ പാക്കറ്റ്സിൽ എക്സ്ട്രാ പ്രിൻറ്റേഴ്സിനുള്ള അക്സസറീസാണ്. പിന്നെ ഒരു നോസിൽ ക്ലീനറും വരുന്നുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം കുറേ ഹോൾസിൻ്റെ അടുത്ത് ഗ്രീൻ സർക്കിൾസ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് സ്ക്രൂസ് ഇടേണ്ട ഹോൾസൊക്കെ ഇതിൽ ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇത് അസംബിൾ ചെയ്യാൻ. ചില പാക്കറ്റ്സിൽ എക്സ്ട്രാ സ്ക്രൂസും ഉണ്ട്. അപ്പം അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും, അത് നമ്മളെവിടെയെങ്കിലും മിസ്സായതാണോ എന്നുള്ളത്. പക്ഷേ അത് എക്സ്ട്രാ സ്ക്രൂസ് തന്നെയാണ്. പ്രിൻ്ററിൻ്റെ സൈഡിലുള്ള സ്ക്രീൻ ടച്ചാണ്. അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് പ്രിൻ്റർ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം റീജിയൻ സെലക്ട് ചെയ്യുക. റീജിയൻ സെലക്ട് ചെയ്തതിന് ശേഷം അത് വൈഫൈ ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറയും. അപ്പം ജസ്റ്റ് വൈഫൈ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് അടിച്ചിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം ഒരു QR കോഡ് കാണിക്കും. അപ്പം ബാംബു ലാബ്സിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ സെറ്റപ്പിന് ശേഷം നമുക്ക് പ്രിൻ്റർ കാലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രിൻറ്റേഴ്സൊക്കെ ഓട്ടോ കാലിബ്രേഷൻ ആയതിനെക്കൊണ്ട് ജസ്റ്റ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഈ പ്രിൻ്ററിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻസ് ഉണ്ട്, വൈബ്രേഷൻ ക്യാൻസലേഷൻസും പിന്നെ ഓട്ടോ ബെഡ് ലെവലിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പ്രിൻ്റർ തന്നെ ചെയ്തോളും. മോട്ടർ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളതിനെ കൊണ്ട് കമ്പയർഡ് ടു പഴയ പ്രിൻറ്റേഴ്സ് ഇപ്പോഴത്തെ പ്രിൻറ്റേഴ്സ് വളരെ സൈലൻ്റ് ആണ്. ഈ കാലിബ്രേഷനൊക്കെ കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് ആക്സസ് ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് വരും. അപ്പം നമുക്ക് ഓൾറെഡി ലൂബ്രിക്കേഷൻ്റെ ട്യൂബ് നമ്മളെ അക്സസറീസിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് അവർ. അപ്പം അതിൽ ഓയിൽ ലൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബുണ്ട്. അപ്പോൾ ആ ട്യൂബ് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വൈ ആക്സസ് ലൂബ്രിക്കേറ്റ് ചെയ്യാം. നമ്മളെ പ്രിൻറ്റിംഗ് ബെഡിൻ്റെ അടിയിലായിട്ട് ഒരു പാനലുണ്ട്. ആ പാനൽ ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ റീൽസ് കാണാൻ പറ്റും. അപ്പോൾ റീൽസിൻ്റെ അകത്ത് ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പ്രിൻറ്റിംഗ് ബെഡ് മുന്നോട്ടും ബാക്കോട്ടും കുറച്ച് നേരം ആക്കി കഴിഞ്ഞാൽ നമ്മളെ വൈ ആക്സസ് ലൂബ്രിക്കേറ്റ് ആയി. പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഫിലമെൻറ്റ് ആദ്യം ഹെഡിലേക്ക് ലോഡ് ചെയ്യണം. അപ്പം അതിന് ആദ്യം നമുക്ക് ഫിലമെൻറ്റ് സ്പൂൾ ഹോൾഡറിൻ്റെ അകത്ത് വെക്കുക. അതിനുശേഷം ഡിസ്പ്ലേയിൽ ഒരു ഫിലമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പം ലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഫിലമെൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ ചോദിക്കും. എന്ത് ടൈപ്പ് ഫിലമെൻ്റ് ആണ്
എന്നുള്ളതൊക്കെ. അപ്പം അതിൽ ജസ്റ്റ് യെസ് കൊടുത്തതിന് ശേഷം ഫിലമെൻ്റ് ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ. അപ്പം എന്ത് നമുക്ക് കിട്ടിയ ഫിലമെൻ്റ് PLA ആണ്. അപ്പോൾ ഞാൻ PLA സെലക്ട് ചെയ്തിട്ടു. എക്സ്ട്രൂഡ് ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലമെൻ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ള ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഫിലമെൻ്റ് ഇട്ടിട്ട് ഹെഡിൻ്റെ മുകളിൽ കൂടി താഴേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ജസ്റ്റ് ഒരു ഓട്ടോമാറ്റിക്കലി അത് ഉള്ളിലേക്ക് പോകുന്നത് കാണാം. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഇപ്പം കാണുന്ന പോലെ അത് ഫിലമെൻ്റ് ഉരുകിയിട്ട് നോസിലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വരുന്നതാണ്. അഥവാ നോസിലിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം പ്രിൻ്റർ ഡിസ്പ്ലേയിലൊരു മെസ്സേജ് കാണാം. അതിൻ്റെ കൂടെ ഒരു സൗണ്ടും ഉണ്ടാകും, ഒരു മെസ്സേജും കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ നോട്ട് എക്സ്ട്രൂഡഡ് യെറ്റ് റീട്രൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മളെ ഹെഡ് ഫിലമെൻ്റ് ഉള്ളിലേക്ക് വലിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പം നമുക്ക് ആ ഫിലമെൻ്റ് പുറത്ത് വരുന്നത് എന്തെങ്കിലും കാണാം. അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലമെൻ്റ് എക്സ്ട്രൂഡഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഫിലമെൻറ്റ്സ് ഒന്നുമില്ല. ആകെ പ്രിൻ്ററിൻ്റെ കൂടെ വന്ന ഒരു 20 ഗ്രാം PLA മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് ടെസ്റ്റ് പ്രിൻ്റ് അടിക്കാൻ വേണ്ടി ഞാനൊരു എന്തെങ്കിലും ഉപകാരമുള്ളതെന്ന് പ്രിൻ്റ് ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ ബാംബു ലാബ്സിൻ്റെ തന്നെ 3D കമ്മ്യൂണിറ്റിയിൽ തപ്പിയിട്ട് ഒരു പേർജ് കളക്ടർ ബോക്സ് കിട്ടി. അതായത് പ്രിൻ്റർ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഫിലമെൻ്റ് അത് എക്സ്ട്രൂഡ് ചെയ്ത് കളയും. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റർ പ്രൂഫ് എന്നൊക്കെയാണ് പറയുക. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ഞാൻ പ്രിൻ്റ് ചെയ്തു. അത് പ്രിൻ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇത് പ്രിൻ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ബോക്സാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.